Friends, welcome to Commerce Bites. I hope you people are doing well. Today's motivational quote is do not wish for it, work for it. എനിക്ക് കേരള സെറ്റിൻ്റെ എക്സാം വേണം, എനിക്കത് ക്രാക്ക് ചെയ്യണം എന്ന് മാത്രം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, റൈറ്റ്? അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 60 ഡേയ്സേ നമ്മളുടെ എക്സാമിന് ഉള്ളൂ എന്നുള്ളത്. നമ്മളുടെ കേരള സെറ്റ് എക്സാം വിൽ ബി ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിനുള്ളിൽ തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് സൺഡേ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാവിധ പ്രോബബിലിറ്റിയും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് 60 ഡേയ്സാണ്. ഇതിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. യു പീപ്പിൾ വിൽ ബി ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, സോ നമ്മളുടെ മൈൻഡും നമ്മളുടെ ഫുൾ ഹാർഡ് വർക്കും ഇട്ട് കഴിഞ്ഞാൽ ഏത് എക്സാം ആണെങ്കിലും ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും നമുക്ക് പുഷ്പം പോലെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഓൺഗോയിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വാസ് ഓഫ് February 2019. So let's begin to that question paper. So question number 28, learning education psychology is essential for a teacher because options are option A, teacher can acquire the subject competency. Option B, teaching skills can be enhanced. Option C, teacher can plan appropriate learning strategy suitable to the learner. And option D, professional growth of a teacher can be ensured. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, റൈറ്റ്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലേണിംഗ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നതിനെ പറ്റിയാണ്. ആൻഡ് വാട്ട് ഈസ് എസെൻഷ്യൽ ഫോർ എ ടീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്നാണ്. സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷനാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ 4 ഓപ്ഷനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഓപ്ഷൻ എയിൽ പറയുന്നത് ടീച്ചർ ക്യാൻ അക്വയർ ദ സബ്ജക്റ്റ് കോമ്പിറ്റൻസി, അതായത് ടീച്ചർക്ക് ആ സബ്ജക്റ്റിൽ നല്ല രീതിയിൽ വളരാം എന്നാണ് പറയുന്നത്. ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ ആ ഒരു സബ്ജക്റ്റിൽ അത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയതുകൊണ്ടാണല്ലോ ടീച്ചർ എന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. സോ ആ ഒരു ഓപ്ഷൻ അല്ല. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടീച്ചിങ് സ്കിൽ ക്യാൻ ബി എൻഹാൻസ്, ടീച്ചിങ്ങിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോ, അല്ല. ആൻഡ് ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ ക്യാൻ പ്ലാൻ അപ്രോപ്രിയേറ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് സ്യൂട്ടബിൾ ടു ദി ലേണർ. കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ലേണർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാലും പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എ ടീച്ചർ ക്യാൻ ബി എൻഷുർഡ്. മനസ്സിലായോ? അവിടെയും ടീച്ചർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് മെത്തേഡോ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് എ, ബി, ഡി ഈ 3 ഓപ്ഷനും ടീച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾക്ക് ആ ഓപ്ഷൻസുകൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ ക്യാൻ പ്ലാൻ അപ്രോപ്രിയേറ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് സ്യൂട്ടബിൾ ടു ദ ലേണർ, അതായത് ലേണർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് ഏതാണോ അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്നത് അത് ടീച്ചർക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ അതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി ദ ആൻസർ ഓപ്ഷൻ സി, അതായത് ദ ടീച്ചർ ക്യാൻ പ്ലാൻ അപ്രോപ്രിയേറ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് സ്യൂട്ടബിൾ ടു ദ ലേണർ. അതാണ് നമ്മളുടെ ആൻസർ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോയെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു എലിമിനേഷൻ മെത്തേഡോ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഗ്രൂപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് മേ ബി 3 ഓപ്ഷൻസും ഒരു പോസിറ്റീവ് വൈബിലായിരിക്കും തന്നേക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് വൈബിലായിരിക്കും തന്നിരിക്കുന്നത്. നമുക്ക് ഓരോ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അറിയാലോ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ അവിടെ ഒരു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നൊക്കെ ഉള്ള ഓരോ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ലോക്ക് ചെയ്യുക. ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വിൽ ബി ദ ആൻസർ. അണ്ടർസ്റ്റുഡ്?
നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ഫിലോസഫി എന്താണെന്നൊന്ന് നോക്കാം. നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിക്കോളൂ. ആൻഡ് ഞാനിപ്പോൾ പറയുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത്, മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെങ്കിൽ ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് ഭാഷയിൽ എന്താണോ മനസ്സിലായത് എന്ന് വെച്ചാൽ ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതാവുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് റിവ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു ലെക്ചർ നോട്ട് ഉണ്ടാവുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും, റൈറ്റ്? ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു നോ ദാറ്റ് ഹൗ ലേണിംഗ് ടേക്സ് പ്ലേസ്. ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുകയാണ്, അതായത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇറ്റ് എനേബിൾസ് ദ ടീച്ചർ ദാറ്റ് ഹൗ ലേണിംഗ് പ്രോസസ് ഷുഡ് ബി ഇനീഷ്യേറ്റഡ്, ഹൗ ടു മോട്ടിവേറ്റ് ആൻഡ് ഹൗ ടു മെമ്മറൈസ് ഓർ ലേൺ. ഇവിടെ 3 ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു ടീച്ചറിനെ എനേബിൾ ചെയ്യും എങ്ങനെ പഠിപ്പിച്ച് തുടങ്ങണം എന്നുള്ളത്, എങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, ആൻഡ് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾക്ക് ആ പോയിൻറ്റ്സ് എല്ലാം മെമ്മറൈസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു ഗൈഡ് ദ സ്റ്റുഡൻസ് ഇൻ റൈറ്റ് ഡിറക്ഷൻ ഇൻ ഓർഡർ ടു കാനലൈസ്ഡ് സ്റ്റുഡൻസ് എബിലിറ്റീസ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അതായത് എല്ലാ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്, അല്ലേ? നമ്മളുടെ മുന്നിലിരിക്കുന്ന 50 സ്റ്റുഡൻസിൻ്റെ എബിലിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും ഡയറക്ഷനിലൂടെ നയിക്കേണ്ടതും. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? സോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ, ലേണിംഗ് എഡ്യൂക്കേഷൻ ഫിലോസഫി. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഓൾ മൈ പോയിൻറ്റ്സ്. ആൻഡ് നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 29. Concept attainment model emphasize. Options are option A, deductive approach, option B, intuitive approach, option C, analytical approach, and option D, inductive approach. Concept attainment model. ആദ്യം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഫോക്കസ് ചെയ്യാം, റൈറ്റ്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മോഡലായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ഫൗണ്ടഡ് ബൈ ജെറോം ബെർണർ. ജെറോം ബെർണർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മോഡലായിരിക്കും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, right? So this model helps the students to understand and learn the concepts by identifying attributes or key features through a process of analysis, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഓഫ് എക്സാമ്പിൾസ്. അതായത് നമ്മൾക്ക് കുറച്ച് അനാലിസിസ് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് കമ്പാരിസൺ, 2 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 2 ടേഴ്സ് തന്നിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾസ് തന്ന് അതിനൊരു കോൺട്രാസ്റ്റിംഗ് നടത്തിയിട്ടാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റും ഈ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ പഠിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ പറയുന്നത് എ സ്റ്റുഡൻറ്റ് ടു ഫിഗർ ഔട്ട് attributes of category already formed in another person's mind by comparing and contrasting. അതായത് എക്സാമ്പിൾസ് that contain characteristics of concepts. അതായത് ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒരു വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് അറിയാം, അത് മറ്റൊരാൾക്ക് കൺവേർട്ട് ചെയ്തു കൊടുക്കുന്നു. വല്ല എക്സാമ്പിളിലൂടെ നമ്മൾ കൺവേർട്ട് ചെയ്തു കൊടുക്കുന്ന ആ ഒരു മോഡലിനെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസസ് ആണുള്ളത്. PHASE, ആ ഫേസ്, ഓക്കെ? ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്, ആൻഡ് ഫേസ് 3 ഉണ്ട്. ഫേസ് 1 പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ആദ്യം നമ്മൾ ആ ഒരു ഡേറ്റ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്, നമ്മൾ ആ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നു, റൈറ്റ്? ആൻഡ് ഫേസ് 2 വരുമ്പോൾ ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് ദ കോൺസെപ്റ്റ്. ആ ഒരു ടെസ്റ്റിംഗ്, ആ ഒരു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റിലേക്ക് എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യും, ടെസ്റ്റിംഗ്. ആൻഡ് ഫേസ് 3 വരുമ്പോൾ അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജി. തിങ്കിങ് സ്ട്രാറ്റജിയുടെ അനാലിസിസാണ് നമ്മളപ്പോൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ 3 ഫേസസ് ആണുള്ളത്. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ടെസ്റ്റിംഗ് ഓഫ് അറ്റൈൻമെൻറ്റ് ഓഫ് കോൺസെപ്റ്റ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് അനാലിസിസ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ആദ്യം നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കും ആദ്യം വരുന്നത്, ഓക്കെ? പിന്നെ വരുന്നതായിരിക്കും ടെസ്റ്റിംഗ്.
ലാസ്റ്റ് എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പായിരിക്കും അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു സീക്വൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനെ പറ്റി ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് ചിന്തിക്കുക, നമ്മൾക്ക് എല്ലാത്തിൻ്റെയും അവസാനത്തെ റിസൾട്ട് കിട്ടുന്നതല്ലേ നമ്മൾ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും ചെയ്യുന്നത്. സോ ലാസ്റ്റ് തുടങ്ങി നമുക്ക് കണക്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്തായാലും അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളൂ. അത് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സീക്വൻസിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ, ആൻഡ് ദാറ്റ് വിൽ ബി ദ ആൻസർ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദിസ് ബോണസ് ടിപ്പ്, റൈറ്റ്? ഇതൊരു ശരിക്കും ഒരു ബോണസ് ടിപ്പാണ്, വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു ബോണസ് ടിപ്പാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ദിസ് ട്രിക്ക് ആൻഡ് യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, സോ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് മൂവിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരുന്നത്: ഡിഡക്റ്റീവ് അപ്രോച്ച്, ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്, അനാലിറ്റിക്കൽ അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡക്റ്റീവ് അപ്രോച്ച്. Here the answer will be option D, that is inductive approach. ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് IPG ഫോർമാറ്റിൽ വരും. നിങ്ങളിപ്പോൾ തന്നെ അവിടെ എഴുതിയിട്ടുള്ളൂ IPG. ഇൻഡക്റ്റീവ് നിങ്ങളെപ്പോൾ കണ്ടാലും അപ്പോൾ തന്നെ എഴുതിയിട്ടുള്ളൂ IPG, അതായത് ഇൻഡക്റ്റീവ് പെർട്ടിക്കുലർ ടു ജനറൽ. അതുപോലെ ഡിഡക്റ്റീവ് എവിടെ കണ്ടാലും അപ്പോൾ തന്നെ എഴുതിയിട്ടുള്ളൂ DGP, അതായത് ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. അതായത് ജനറലിന്ന് ഒരു വലിയ ജനറൽ, ഒരു കൂട്ടം സാമ്പിൾസ് നമുക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഉള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു, അതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ബട്ട് ആ സ്ഥാനത്ത് നമ്മളുടെ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇനി ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചും അനാലിറ്റിക്കൽ അപ്രോച്ചും എന്താണെന്ന് നമുക്ക് നോക്കാം. അനാലിറ്റിക്കൽ അപ്രോച്ച് നമുക്ക് മനസ്സിലാവും, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് നടത്തുന്നതാണ് അനാലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചാണ് നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു അപ്രോച്ച്. സോ നമ്മൾക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻറ്റ്യൂട്ടീവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് ദ എബിലിറ്റി ടു നോ ഓർ അണ്ടർസ്റ്റാൻഡ് തിങ്സ് വിത്തൗട്ട് എനി പ്രൂഫ് ഓർ എവിഡൻസ്. അതായത് എവിഡൻസോ പ്രൂഫോ ഒന്നുമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു, ആ ഒരു കാര്യത്തിനെയാണ് ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഓർ എഗ്രീയിങ് വിത്ത് വാട്ട് ഇസ് നോൺ ഓർ അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് എനി പ്രൂഫ് ഓർ എവിഡൻസ്. നോൺ ഓർ അണ്ടർസ്റ്റുഡ് ബൈ ഇൻറ്റ്യൂഷൻ. നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു സിക്സ്ത് സെൻസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇൻറ്റ്യൂഷൻ അഥവാ ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നമ്മൾക്ക് ഒരു ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചല്ല, ഡിഡക്റ്റീവ് അപ്രോച്ചുമല്ല, അനലിറ്റിക്കൽ അപ്രോച്ചുമല്ല, അത് ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. Concept attainment is an inductive strategy that encourages students to learn for patterns, to hunt for characteristics. അതായത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അപ്ലൈ ദെയർ prior understanding to determine the attributes of the concept through the process of comparing and contrasting. എപ്പോഴും ഇപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു കീവേഡ് ചെക്ക് ചെയ്താൽ മതി. അതായത് അവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ ഈസ് എ പ്രോസസ് ഓഫ് കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ്. ഈ രണ്ട് കീവേഡ്സ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്. അതായത് ആ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ പറയുന്നത് സ്റ്റുഡൻസിന് നേരത്തെ കൂട്ടി അറിയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അത് വെച്ച് അവർ ഡിറ്റർമൈൻ ചെയ്യും ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ കോൺസെപ്റ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ്. കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് കുറേ കാര്യങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്ത് അവർ ആ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ആൻഡ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അപ്ലൈയിങ് ദ ഇൻഡക്റ്റീവ് റീസണിങ് ടു ഡിറ്റർമൈൻ ദ ഐഡിയ പ്രസൻറ്റഡ് ബൈ ദ ടീച്ചർ ത്രൂ എക്സാമിനിങ് സെവറൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഓഫ് ദ കോൺസെപ്റ്റ്.
അതായത് ഒരു ടീച്ചർ അവർക്ക് പോസിറ്റീവും നെഗറ്റീവ്സുമായിട്ടുള്ള എക്സാമ്പിൾസ് ആ ഒരു കോൺസെപ്റ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിൽ നിന്നൊക്കെ അവർ പേർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആ ഒരു കോൺസെപ്റ്റിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അങ്ങനെ നമ്മളൊരു വൈഡ് ഏരിയ തന്നെയാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നും അതുപോലെ തന്നെ ആ ഒരു മോഡൽ ഇൻഡക്റ്റീവ് റീസണിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദി സ്റ്റുഡൻസ് മോട്ടിവേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബയോളജി ക്ലാസ് ആർ ഇംപ്രൂവ്ഡ് ആഫ്റ്റർ ലെസൺസ് അപ്ലൈയിങ് ദ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Question number 31. Persons with Disabilities Act was formulated in the year. Options are option A 1992, option B 1995, option C 1999 and option D 2002. Here the answer will be 1995. നിങ്ങളെപ്പോഴും ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു പീപ്പിൾ ഷുഡ് സ്റ്റഡി വിത്ത് കണക്റ്റിംഗ് പീപ്പിൾ. ഇപ്പോൾ നമ്മൾക്ക് 1995 ജനിച്ച നമ്മളുടെ ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ വെച്ചൊന്ന് കണക്ട് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇപ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ഇത്രയേ ഉള്ളൂ. പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് 1995 എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള ആ ഒരു പോയിൻ്റ് നിങ്ങളുടെ മൈൻഡിലിരിക്കട്ടെ. പിന്നെ എപ്പോഴും നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ്റെ ഇയേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പാരൻസിൻ്റെ ബർത്ത് ഇയർ വെച്ചോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഇയർ വെച്ചോ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും. റൈറ്റ്? നമ്മൾക്കെപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലും നല്ലത് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നുന്നത്, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പഠിക്കാൻ. ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ ഈ കണ്ടിന്യൂസ് ഈ 60 days ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ? ഒരു കാര്യം സ്പെസിഫൈ ചെയ്തോട്ടെ. ഇഫ് യു പീപ്പിൾ വാണ്ട് എ മോട്ടിവേഷൻ ക്ലാസ് ആൻഡ് ദ സ്ട്രാറ്റജീസ് എങ്ങനെ ഈ ഒരു 60 days ഞാൻ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കും എന്നുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് വേണമെങ്കിൽ then pop up your like button and let me check whether I can put the motivation class including the strategies which I used for cracking this Kerala set exam. ഈ ഒരു കമ്മിങ് 60 days നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എനിക്ക് ആ ടൈം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കാമായിരുന്നു, എനിക്ക് സമയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവും. സ്റ്റുഡൻസിനുമുള്ള ഒരു കൺസെപ്റ്റാണ് 1-ാം തീയതി ആകുമ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പറയുന്ന 1-ാം തീയതി എന്ന് പറയുന്നത് നാളെയാണ്. ആൻഡ് യു പീപ്പിൾ ആർ ഹാവിങ് എ ബിഗ് സർപ്രൈസ് ദാറ്റ് നാളെ തുടങ്ങി വി വിൽ ബി ഡെഫിനറ്റ്ലി ട്രൈയിങ് ടു പുട്ട് 3 videos ഡെയിലി. സോ ഡു വാച്ച് ഓൾ ദി വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോർഷൻസ് കവർ ചെയ്ത് പോകാൻ പറ്റും. കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ 100% വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് എന്തായാലും കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒറ്റ ഒരു നിർബന്ധത്തിലാണ് ഞാൻ ഈ വീഡിയോസ് ഇതുപോലെ എഫേർട്ട് ഇട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കണം. That's all for now. Let's see in the next video. Till then, work hard and study well. Thank you.